നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അതായത് ഞാൻ കുറച്ച് നാളുകൊണ്ട് ഡയറ്റും വർക്കൗട്ടും ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ ഉഴപ്പിടിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയി വെയിറ്റൊക്കെ നോക്കിയപ്പം ഒരു ഇച്ചിരി കൂടുതലായിട്ട് കാണിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് കൂടുന്നതിന് മുമ്പായിട്ട് നമ്മൾ തുടക്കത്തിൽ ഇതങ്ങ് കുറയ്ക്കുക. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത്. ആ കൂടട്ടെ എന്ന് വിചാരിച്ചിരുന്ന് കുറയ്ക്കുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് കൂടി കഴിയുമ്പോൾ തന്നെ കുറയ്ക്കുക. അപ്പം ഞാൻ വിചാരിച്ച വലിയ ഡയറ്റിനോ വർക്കൗട്ടിനോ ഒന്നും പോകുന്നില്ല. വർക്കൗട്ട് എല്ലാവരും ചെയ്യാറില്ല, ഡയറ്റിനൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ ചെറിയൊരു ടെക്നിക്ക്, ഒരു ചേഞ്ചസ് വരുത്തി. സത്യം പറയാലോ, ഒരു 7 ദിവസം കൊണ്ട് തന്നെ കറക്റ്റ് 2 കിലോ വരെ കുറഞ്ഞു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് ഇത്രയും കുറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതിൻ്റെ ബിഫോറും ഒരു ആഫ്റ്ററും കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും 2 കിലോ വരെ എനിക്ക് 7 ദിവസം കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചു. അപ്പം ഞാൻ ഉപയോഗിച്ച വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കും വേണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഒരു ദിവസം തുടക്കം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ സാധാരണ ഞാൻ കുടിക്കുന്ന ചായയാണ്. ചായ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കും. അപ്പം ഈ ചായ കുടിക്കുന്നത് നല്ലതാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായ കുടിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എനിക്ക് ചായ കൂടി നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര തലവേദനയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ പോലെ ചായ കുടിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടില്ല. അപ്പം 2-3 ദിവസമൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നിർത്താൻ ആഗ്രഹിക്കുന്നവരെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസത്തെ കാര്യമൊക്കെ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ചായ കുടിക്കണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയില്ല, ചായ കുടിക്കുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനകത്തും യാതൊരു മാറ്റവും വരുത്തിയില്ല. സാധാരണ നമ്മൾ എന്താണോ കഴിക്കുന്നത്, അരി കൊണ്ടുള്ള ആഹാരങ്ങളും സാധാരണ കഴിക്കുന്ന അതേ ക്വാണ്ടിറ്റി തന്നെ രാവിലെയും കഴിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും മാറ്റം വരുത്തിയത് ഉച്ചയ്ക്കും രാത്രിയിലുമാണ്. അതായത് ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ ചോറും കറികളും എല്ലാം കൂട്ടിയാണ് കഴിക്കുന്നത്. ഇപ്പം വേനൽക്കാലമല്ലേ, അപ്പം ധാരാളം ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ വാങ്ങിക്കുന്നൊരു സമയമാണ്. അപ്പം തണ്ണിമത്തങ്ങ കൊണ്ടുള്ള ജ്യൂസ് അടിച്ചിങ്ങനെ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കും, പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ. അപ്പം ഞാൻ ഈ ആഴ്ചയിൽ ഒരു 3 ദിവസം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കും. എന്നിട്ട് അതിന് ശേഷമായിരുന്നു ചോറ് കഴിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കഴിക്കാൻ തോന്നത്തില്ല. കാരണം നമ്മൾ ഈ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഈ ഒരു ചോറോട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് വാരി വലിച്ച് കഴിക്കാൻ തോന്നത്തില്ല. പിന്നെ ചിലർക്ക് ഈ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ചോറ് കഴിക്കുമ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യരുത്. ചിലർക്ക് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ പിടിക്കണമെന്നില്ല. അപ്പോൾ എനിക്കതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചോറ് കഴിക്കുന്ന തൊട്ട് മുമ്പായിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം ചോറ് കഴിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് വാരി വലിച്ച് കഴിക്കാൻ തോന്നത്തില്ല. അതുമാത്രമല്ല, ഉച്ചയ്ക്ക്, അതായത് ആഴ്ചയിൽ ഒരു 3 ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഈ ചോറിന് പകരമായിട്ട് ചപ്പാത്തി കഴിക്കുമായിരുന്നു. ചപ്പാത്തി അല്ലെങ്കിൽ രാവിലെ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ചോറിന് പകരം കഴിക്കുന്നത്. ബാക്കി ദിവസം 4 ദിവസം ചോറ് കഴിക്കും. അപ്പം ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് തന്നെ ചോറിൻ്റെ അളവ് നമ്മൾ സ്വാഭാവികമായിട്ടും കുറച്ചേ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ള മാറ്റം എന്ന് പറയുന്നത് രാത്രിയിലാണ്. രാത്രി എന്ന് പറയുമ്പോൾ ഞാൻ ഒരു 7 ദിവസം ചോറ് കഴിക്കത്തില്ലായിരുന്നു. അതിന് പകരമായിട്ട് ഈ മധുരമിടാത്ത തണ്ണിമത്തൻ്റെ ജ്യൂസ് രാത്രി ഒരു ഗ്ലാസ് കുടിക്കുകയും അതിനുശേഷം ഒരു 2 പീസ് ചപ്പാത്തി കഴിക്കുമായിരുന്നു. ചപ്പാത്തിയുടെ നമുക്ക് കറികൾ ഉപയോഗിക്കാം, വറുത്തതും പൊരിച്ചതുള്ള ഐറ്റങ്ങളൊന്നും ഉപയോഗിക്കരുത്. അല്ലാതെ ചിക്കൻ കൊണ്ടുള്ള കറികളോ മീൻ കറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളൊക്കെ ഉപയോഗിച്ച് നമുക്ക് രാത്രി കഴിക്കാം. പക്ഷേ രാത്രിയിലെ ചോറ് പൂർണ്ണമായി ഒഴിവാക്കി. പക്ഷേ നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടും ഈ 2 പീസ് ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ടും അങ്ങനെ വിശപ്പോ കാര്യങ്ങളും തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണെങ്കിൽ പോലും നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട് ഒരു 3 ദിവസം, പിന്നെയുള്ളൊരു 4 ദിവസം, പിന്നെയുള്ളൊരു 3 ദിവസമാണ് നമ്മൾ ചോറ് കഴിക്കാതെ ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൂട്ടി നമ്മൾ ഉച്ചയ്ക്കത്തെ ആഹാരം കഴിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഒരാഴ്ച കൊണ്ട്. കൃത്യം ഇത്രയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരാഴ്ച കൊണ്ട് 2 കിലോ കുറഞ്ഞു. ഇപ്പം ഈ ഒരു ചൂട് സമയമാണ്, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്ന സമയമാണ്. അപ്പം അതും ഇതിനൊരു പ്രയോജനമാണ്. ഇടയ്ക്കുള്ള സമയങ്ങളെല്ലാം ഒരുപാട് വെള്ളം കുടിക്കുക. കാരണം നല്ല ചൂടല്ലേ, നമ്മുടെ ശരീരത്തിൽ ജലാംശം ഒരുപാട് നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ടും ഈ ഡയറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സിമ്പിൾ മെത്തേഡല്ലേ, ഒന്ന് ചെയ്ത് നോക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് റിസൾട്ട് കിട്ടി. ഇപ്പം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ വിയർക്കുകയാണ് ചൂട് കൊണ്ട്. അപ്പം വീണ്ടും ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് വെള്ളം കുടിക്കാൻ. അപ്പം അതും നല്ലൊരു ഡയറ്റിനെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ എന്തായാലും പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.